സുഹൃത്തുക്കളെ, ഇൻവെർട്ടറുകൾ ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഒരു ഇൻവെർട്ടർ വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത്. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലും ഇൻവെർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഇൻവെർട്ടർ വാങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ എന്തെല്ലാം ഉപകരണങ്ങൾ ആണ് കറണ്ടില്ലാത്തപ്പോൾ പ്രവർത്തിക്കേണ്ടത് എന്ന കണക്കുകൂട്ടലാണ്. അതനുസരിച്ച് കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെർട്ടറിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഉദാഹരണത്തിന്, നമ്മുടെ ആവശ്യം 1000 വാട്ട്സ് ആണെങ്കിൽ 1000 VA എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇൻവെർട്ടർ വാങ്ങിയാൽ നമ്മുടെ ആവശ്യം നടക്കില്ല. കാരണം 1000 VA ഇൻവെർട്ടറിൽ നിന്നും പരമാവധി 800 വാട്ട്സ് മാത്രമേ കിട്ടുകയുള്ളൂ. വാട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ 1500 VA കപ്പാസിറ്റിയെങ്കിലും ഉള്ള ഇൻവെർട്ടർ ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത്. രണ്ടാമത്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്വാളിറ്റി ഇല്ലാത്ത ഇൻവെർട്ടറുകൾ കൂടുതൽ വൈദ്യുതി നഷ്ടപ്പെടുത്തും എന്നതാണ്. ഇൻവെർട്ടർ എപ്പോഴും വൈദ്യുതിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഉപകരണം ആയതിനാൽ വ്യക്തമായ അറിവില്ലാതെ ഏതെങ്കിലും ഇൻവെർട്ടർ വാങ്ങരുത്. പകരം ഇൻവെർട്ടർ ഉപയോഗിക്കുന്ന ഒരു സുഹൃത്തിനോട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ ഏത് കമ്പനിയുടെ സിസ്റ്റം വാങ്ങണം എന്ന് തീരുമാനിക്കുവാൻ പാടുള്ളൂ. ചെറിയ ലാഭം നോക്കി വില കുറച്ച് വാങ്ങുന്ന സിസ്റ്റം പിന്നീട് വൈദ്യുതി ചാർജ് ഇനത്തിൽ നമുക്ക് വലിയ നഷ്ടം വരുത്തും എന്ന് ഓർക്കുക. മൂന്നാമതായി ഇതിൻ്റെ സർവീസാണ്. കൃത്യമായി സർവീസ് ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് സർവീസ് കിട്ടും എന്ന വിശ്വാസം ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്നോ മാത്രമേ ഇൻവെർട്ടർ വാങ്ങുവാൻ പാടുള്ളൂ. ഇനിയും ധാരാളം കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അതിന് ഈ വീഡിയോയുടെ പാർട്ട് 2 ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക.